നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇ.പി.എഫ്.ഒയുടെ പുതിയ പദ്ധതിയായ പ്രധാൻ മന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതിയായ PMVBY-യെക്കുറിച്ചാണ്. ഈ പദ്ധതി 2025 ഓഗസ്റ്റ് 1 തീയതി മുതൽ 2027 ജൂലൈ 31 തീയതി വരെ പ്രാബല്യത്തിലുണ്ടായിരിക്കും. അതിനാൽ ഈ കാലയളവിൽ PF-ൽ ജോയിൻ ചെയ്തവർക്കും ഇനി പുതിയതായി പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യാൻ പോകുന്നവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. ഈ പദ്ധതി വഴി എംപ്ലോയിക്കും അവർക്ക് ജോലി നൽകുന്ന എംപ്ലോയർക്കും ഒരു നിശ്ചിത തുക ഇൻസെന്റീവായി ലഭിക്കുന്നതാണ്. എംപ്ലോയിക്ക് മാക്സിമം 15,000 രൂപ വരെയും എംപ്ലോയർക്ക് 3,000 രൂപ വരെയുമാണ് ലഭിക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. കൂടാതെ കൂടുതൽ തൊഴിലാളികളെ ഇ.പി.എഫ്.ഒയിൽ രജിസ്റ്റർ ചെയ്ത് ഫോർമൽ സെക്ടറിലേക്ക് കൊണ്ടുവരിക എന്നതുമാണ്. ഈ പദ്ധതിയുടെ പ്രധാന നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ഓഗസ്റ്റ് 2025 ശേഷം PF-ൽ ജോയിൻ ചെയ്യുന്ന പുതിയ എംപ്ലോയിക്കാണ് ഈ ബെനിഫിറ്റ് ലഭിക്കുക. 2 തവണകളായിട്ടായിരിക്കും ഈ ഇൻസെന്റീവ് ലഭിക്കുക. എംപ്ലോയി ജോയിൻ ചെയ്ത് PF കോൺട്രിബ്യൂഷൻ 6 മാസം പൂർത്തിയായാൽ ആദ്യ ഇൻസെന്റീവ് ലഭിക്കുന്നതാണ്. രണ്ടാം ഗഡു 12 മാസം പൂർത്തിയാക്കിയതിനു ശേഷം ലഭിക്കുന്നതാണ്. രണ്ടാം ഗഡു ലഭിക്കാൻ ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം നിർബന്ധമായും പൂർത്തിയാക്കണം. ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് 6 മാസം പൂർത്തീകരിക്കാത്ത എംപ്ലോയീസിന് ഈ ബെനിഫിറ്റ് ലഭിക്കുന്നതല്ല. ഈ ബെനിഫിറ്റിന് നിങ്ങൾ അർഹനാണോ എന്നറിയുന്നതിനു വേണ്ടി നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് അതിൽ EPFO മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ UAN നമ്പർ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു അലേർട്ട് മെസ്സേജ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബെനിഫിറ്റിന് അർഹനാകാൻ സാധ്യത ഏറെയാണ്. ഇതിൽ പറയുന്നത് ഈ ബെനിഫിറ്റ് പേ ചെയ്യുന്നത് DBT എനേബിൾഡ് ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് എന്നാണ്. അതായത് നിങ്ങളുടെ ആധാർ കാർഡിൽ ലിങ്കായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. ഏത് ബാങ്കാണ് നിങ്ങളുടെ ആധാർ കാർഡിൽ നിലവിൽ ലിങ്കായിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതിനും ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാനും പുതിയതായി ബാങ്ക് ആഡ് ചെയ്യാനും വേണ്ടി ഈ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ കാണുന്ന കസ്റ്റമർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഭാരത് ആധാർ സീഡിംഗ് എനേബിളർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ ആൻഡ് ഈ കാണുന്ന ക്യാപ്ച ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ശേഷം OTP ടൈപ്പ് ചെയ്ത് കൺഫേം കൊടുത്താൽ നിങ്ങളുടെ ആധാറിൽ നിലവിൽ ലിങ്കായിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. ഈ ബാങ്ക് അക്കൗണ്ട് മാറ്റുന്നതിനും ഇതുവരെയും ബാങ്ക് സീഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആഡ് ചെയ്യാനും ഈ കാണുന്ന ആധാർ സീഡിംഗ് ഓർ ഡീസീഡിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇവിടെ സീഡിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സീഡിംഗ് ടൈപ്പ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ആധാറിൽ ഇതുവരെയും ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആയിട്ടില്ലെങ്കിൽ ആദ്യം കാണുന്ന ഫ്രഷ് സീഡിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബാങ്ക് സെലക്ട് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് നിലവിൽ ലിങ്കായിരിക്കുന്ന ബാങ്ക് ചേഞ്ച് ചെയ്യുന്നതിനായി മൂവ്മെന്റ് ഫ്രം വൺ ബാങ്ക് ടു അനദർ ബാങ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബാങ്ക് സെലക്ട് ചെയ്ത് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. 24 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ആവുന്നതാണ്. ഈ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും നിങ്ങൾക്ക് ഇൻസെന്റീവ് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നത്. നിങ്ങളുടെ ആധാർ കാർഡിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തതിനു ശേഷം ഈ കാണുന്ന PMVBY എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതിലൊന്നാമതായി 1/8/2025 ടു 31/7/2027 കാലയളവിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തതെങ്കിൽ സ്റ്റാറ്റസ് കംപ്ലയന്റ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായി നിങ്ങളുടെ UAN നമ്പറിൽ നിങ്ങളുടെ ഫീ സ്കാൻ കംപ്ലീറ്റ് ആണെങ്കിൽ വെരിഫൈഡ് എന്ന് കാണിക്കുന്നതാണ്. ഇവിടെ നോട്ട് വെരിഫൈഡ് എന്നാണെങ്കിൽ എങ്ങനെ UAN നമ്പറിൽ ഫീ സ്കാൻ ചെയ്യാമെന്ന് ഓൾറെഡി ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ട് വരിക. മൂന്നാമതായി ഫസ്റ്റ് കംപ്ലീറ്റഡ് മന്ത് കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. നാലാമതായി ആധാർ സീഡിംഗ് ഇൻ ABPS സീഡഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആയി എന്നാണ് അർത്ഥം. ഇവിടെ ഇങ്ങനെയൊരു സ്റ്റാറ്റസ് ആണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആധാറിൽ ബാങ്ക് ലിങ്ക് ചെയ്തിട്ടില്ല എന്നാണ്. അത് വീഡിയോയിൽ കാണിച്ചതുപോലെ സീഡ് ചെയ്യേണ്ടതാണ്. അടുത്ത ക്രൈറ്റീരിയ നിങ്ങളുടെ ടോട്ടൽ സാലറി 1,00,000 രൂപയിൽ താഴെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഇൻസെന്റീവ് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ സാലറി കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈ ബെനിഫിറ്റ് കിട്ടുന്നതല്ല. അടുത്തതായി എക്സിറ്റഡ് ഫ്രം എലിജിബിൾ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് നോട്ട് എക്സിറ്റഡ് എന്നായിരിക്കണം. ഈ 6 ക്രൈറ്റീരിയ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ.
ഇവിടെ ഇൻസ്റ്റാൾമെന്റ് കാൽക്കുലേഷൻ ചെക്ക് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ എംപ്ലോയർ അടയ്ക്കുന്ന PF സാലറി എത്രയാണോ അതിന്റെ പകുതിയായിരിക്കും ആദ്യ ഇൻസ്റ്റാൾമെന്റായി ലഭിക്കുക. ഇവിടെ കോൺട്രിബ്യൂഷൻ 6 മാസം എംപ്ലോയ്മെന്റ് വിത്ത് സെയിം എസ്റ്റാബ്ലിഷ്മെന്റ് കംപ്ലീറ്റഡ് ആണെങ്കിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായി, നിങ്ങളുടെ PF കോൺട്രിബ്യൂഷൻ PF സൈറ്റിൽ 6 മാസത്തെ ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. താഴെ സ്ക്രോൾ ചെയ്താൽ നിങ്ങളുടെ ടോട്ടൽ എംപ്ലോയർ പ്ലസ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ സിസ്റ്റം ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. താഴെ സ്ക്രോൾ ചെയ്ത് ഇവിടെ സ്റ്റാറ്റസ് നോക്കാവുന്നതാണ്. ഇവിടെ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 12 മാസം സെയിം കമ്പനിയിൽ പൂർത്തീകരിച്ചാൽ മാത്രം ലഭിക്കുകയുള്ളൂ. അതിന്റെ അപ്ഡേറ്റ് ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വിവരം ഉപകാരപ്രദമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.